தான் மட்டும் இல்லாமல் தன்னை சுற்றி இருக்கிறவங்களும் சூப்பராக நினைக்கிற ஒரே பர்சன் அது யாருன்னா அது സഞ്ജു സാംസൺ மட்டும்தான். സഞ്ജുവിനെ പറ്റി രാജസ്ഥാൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് രാജമണിയുടെ ഈ വാക്കുകൾ പറയും എന്തുകൊണ്ട് റോയൽസ് ഒരു മലയാളി പയ്യനെ ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയെന്ന്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് സഞ്ജു സാംസൺ. മറ്റൊരു മലയാളി ക്രിക്കറ്റ് താരത്തിനും എത്തിച്ചേരാൻ കഴിയാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ താരം 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ടീമിലെല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരാളാണ് സഞ്ജു. ശാന്തമായ പ്രകൃതം, അമിത ആഘോഷമോ അമിത സങ്കടമോ ഇല്ല. വിക്കറ്റിന് പിന്നിലും മുന്നിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ. നിർഭനായി ഏത് ബോളറെയും ആദ്യ പന്ത് മുതൽ പ്രഹരിക്കാൻ കഴിവുള്ള നായകൻ. ഇങ്ങനെ ഒരാളെ ഏത് ടീമാണ് ആഗ്രഹിക്കാത്തത്? എത്ര സീനിയർ പ്ലെയർ ആണെങ്കിലും അന്താരാഷ്ട്ര ക്യാപ്റ്റൻ ആണെങ്കിലും രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിൻ്റെ തീരുമാനങ്ങൾ മാനിക്കുന്നവരാണ് എല്ലാവരും. ക്യാപ്റ്റനായി താരം 50 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഷെയ്ൻ വോണിന് ശേഷം രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ച നായകനാണ് സഞ്ജു. റിയാൻ പരാഗ് എന്ന ക്രിക്കറ്ററുടെ വളർച്ചയ്ക്ക് പിന്നിൽ സഞ്ജു എന്ന ക്യാപ്റ്റനാണെന്ന് പരാഗ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. തൻ്റെ എക്കാലത്തെയും ബെസ്റ്റ് ക്യാപ്റ്റൻ സഞ്ജു എന്നാണ് താരം പറഞ്ഞത്. എന്തുകൊണ്ട് സഞ്ജു വിമർശിക്കപ്പെടുന്നു? സഞ്ജുവിനേക്കാൾ മോശമായി മറ്റ് IPL ടീമിനെ നയിക്കുന്നവർ ധാരാളമുള്ളപ്പോൾ നമ്മുടെ സ്വന്തം പയ്യൻ എന്തുകൊണ്ട് ഇത്രയും സൈബർ ആക്രമണം നേരിടുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ, ഫലമുള്ള മരത്തിലെ കല്ലെറിയൂ. 6 അടിക്കാൻ താൻ തീരുമാനിച്ച പന്ത് 6ന് തന്നെ അടിച്ചിരിക്കുമെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട്. വെറും 2 മത്സരങ്ങൾ കൂടി ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാം. ആദ്യം പ്ലേ ഓഫിൽ കിടക്കുന്ന ടീമാകട്ടെ രാജസ്ഥാൻ. സഞ്ജു ഇനിയും മലയാളികളുടെ അഭിമാനമായി ഉയരട്ടെ. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി താരം മികച്ച പ്രകടനങ്ങൾ നടത്തട്ടെ.